ഹലോ ഗൈസ്, ഐം ഫാത്തിമ. 10 days 10 series day 4. കേരളത്തിലെ കാടിനോട് ചേർന്ന ഒരു നിശബ്ദ ഗ്രാമം. വീടുകളിലെ വാതിലുകൾ അടക്കും, കുട്ടികളെ പുറത്തേക്ക് വിടില്ല. ഇതിന് ഒരേ ഒരു കാരണമാണ് കരിങ്കുട്ടി. പകൽ സമയത്ത് എല്ലാം സാധാരണമാണ്, പക്ഷേ സൂര്യൻ മറഞ്ഞാൽ ആ ഗ്രാമം മാറും. ഒരു ദിവസം കളിക്കാനായി അവൻ കാട്ടിലേക്ക് പോയി, പക്ഷെ തിരിച്ചു വന്നില്ല. ഗ്രാമം മുഴുവൻ അവനായി തിരിച്ചു നടത്തി, പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം ആ ഗ്രാമത്തിൽ നടക്കുന്നത് വിചിത്രമായ കാര്യങ്ങൾ. കാടിന് സമീപം ഒരു കറുത്ത രൂപം കാണുന്നതായി ആളുകൾ പറയുന്നു. ആ രൂപത്തിന് ശബ്ദമില്ല, മുഖമില്ല, പക്ഷെ അത് കാണുന്നവർക്ക് ഭയം മാത്രം ബാക്കി. ചിലർ അത് മരിച്ചുപോയ കുട്ടിയുടെ ആത്മാവാണെന്ന് പറയുന്നു, മറ്റു ചിലർ അത് കരിങ്കുട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെ കാണുന്നവരുടെ വീട്ടിൽ ദുരന്തം സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നു. ഒരു രാത്രി ഒരു യുവാവ് ധൈര്യം കാണിച്ച് കാട്ടിലേക്ക് പോയി. അവൻ കരിങ്കുട്ടിയെ നേരിൽ കണ്ടു എന്നാണ് പറയുന്നത്. കറുത്ത നിഴലുകളുള്ള കണ്ണുകൾ മാത്രം തിളങ്ങുന്ന ഒരു രൂപം. അവൻ ഓടി രക്ഷപ്പെട്ടു, പക്ഷേ അതിനുശേഷം ഒരിക്കലും അവൻ പഴയതുപോലെ ആയില്ല. ഇന്നും ചിലർ പറയുന്നു, കാട് മൂടിയ രാത്രികളിൽ വീടിന് പുറത്ത് ചെറിയ ശബ്ദം കേട്ടാൽ പോലും വാതിൽ തുറക്കരുത്. കാരണം അത് കരിങ്കുട്ടിയായിരിക്കാം. കരിങ്കുട്ടി ഇന്നും പോയിട്ടില്ലെന്ന് അവർ വിശ്വസിക്കും. ഇത് കഥയാണോ, അതോ ഇന്നും കാട്ടിൽ ജീവിക്കുന്ന ഒരു രഹസ്യമോ? ഉത്തരം ആർക്കും അറിയില്ല. ഇതുപോലുള്ള മോർ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ സേഫ്, സ്റ്റേ അവെയർ.